ഓവർ തിങ്കിങ്. നമ്മളൊക്കെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ നമ്മൾ ചെയ്തു പോയ എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടാവാം, അല്ലെങ്കിൽ നമ്മളിനി എടുക്കാനുള്ള ഏതെങ്കിലും ഡെസിഷനെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് പോസിബിൾ ഔട്ട്കം ആലോചിച്ചിട്ടായിരിക്കാം. ഭയങ്കര ഓവർ തിങ്കിങ് ഉള്ള ഒരാൾക്ക് ചെറിയ ഡെസിഷൻസ് എടുക്കാൻ പോലും ചിലപ്പോൾ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളവരെന്താ ചിന്തിക്കുക നമ്മളെപ്പറ്റി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ അതിലുണ്ടാവുന്ന ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും നമ്മൾ ആലോചിച്ചിട്ട് അവസാനം നമുക്ക് ആ ആക്ഷൻ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാം. കാരണം നമ്മുടെ മൈൻഡ് ഫുള്ള് ഒരു വാട്ട് ഓഫ് തോട്ട്സിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു ആക്ഷൻ എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ ഈ തോട്ട്സിൽ നിന്ന് പുറത്ത് വരാനോ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യനാണ്. തെറപ്പിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ റിപ്പറ്റേറ്റീവ് തോട്ട് പാറ്റേൺസ് മനസ്സിലാക്കാനും അതിൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെ ട്രിഗേഴ്സാണ് ഓവർ തിങ്കിങ്ങിനെ ഇൻറ്റൻസിഫൈ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിനെ കൂട്ടുന്നതെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് മാനേജ് ചെയ്യാനും ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ഈ വരുന്ന തോട്ട്സിനെ ഒബ്സർവ് ചെയ്യാനും നമുക്ക് തെറപ്പിയിലൂടെ സാധിക്കും. നിങ്ങളും ഇതുപോലത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ മൈൻഡ് സ്വിച്ചിനെ കോൺടാക്ട് ചെയ്യുക.